അവരുടെ സങ്കടങ്ങളെ നമ്മോട് ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് പറ്റണം. സ്നേഹത്തോടുള്ള ചില വാക്കുകൾ നമ്മുടെ ചുറ്റുമായിരിക്കുന്ന മനുഷ്യരെ കൊതിക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്നേഹത്തോടുകൂടെ ആ വാക്കുകൾ ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ എന്റെ ഭർത്താവാകാം, മക്കളാവാം, അപ്പനും അമ്മയും ഒക്കെ ആകാം. നീ ഒന്ന് പുഞ്ചിരിച്ചാൽ എന്തു പറ്റിയെന്ന് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ അപ്പനും അമ്മയും എന്നറിയാം. ഞാനായിരിക്കുന്ന ഇടവകയിൽ ഒരു സെക്രട്ടറി എല്ലാ ദിവസവും മനുഷ്യൻ കുർബാനയ്ക്ക് വരും. കുർബാനയ്ക്ക് ശേഷം കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാനാണ്. ഒരു ദിവസം എടുത്ത് വന്നു, ചേട്ടനും ചേച്ചിയും ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്, അച്ഛൻ പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ചേച്ചി അങ്ങ് പോയി. ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ചേച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി, ഇനി ഇപ്പം ഗിഫ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇന്നൊരു ഗിഫ്റ്റ് ചേച്ചിക്ക് കൊടുക്കണം. തല ഉരുക്കിയിട്ട് ഈ മനുഷ്യൻ പോയി. അടുത്ത ദിവസം കുർബാനയ്ക്ക് ശേഷം ഒത്തിരി സന്തോഷത്തോടെ ഈ മനുഷ്യൻ എടുത്ത് പറഞ്ഞു, അച്ഛാ ഇന്നലെ ഞാൻ അവൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തു. അവ ഒത്തിരി സന്തോഷമായി. കുറെ വർഷങ്ങളായി ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. അവരുടെ മുഖം കണ്ടപ്പോൾ എന്റെ മനസ്സും വല്ലാതെ കണ്ണു തുറന്നു. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെ സ്വർഗരാജ്യം അനുഭവത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഇതുപോലെ ആഗ്രഹിക്കുന്ന എത്രയോ മക്കൾ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്, അപ്പനും അമ്മയും ഉണ്ട്. നമ്മൾ പലപ്പോഴും തിരിഞ്ഞു പോലും നോക്കാതെ അവരെയൊക്കെ ഒരു സൈഡിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന എത്രയോ അനുഭവങ്ങൾ ഓരോ ദിവസവും ഞാൻ കേൾക്കുന്നുണ്ടെന്ന് അറിയാം. സ്വർഗരാജ്യത്തിലേക്കുള്ള വാതില് ചെറുതാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും ഉണ്ടാകണം. രണ്ടാമതൊരു അർത്ഥം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത് സഹനത്തിന്റെ വാതിലും കൂടിയാണ്. റോബർട്ട് ഫോസ്റ്റർ എന്ന് പറയുന്ന ഒരു വിഖ്യാത എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ദ റോഡ് ലെസ് ട്രാവൽഡ് എന്ന് പറയുന്നത്. അധികമായും സഞ്ചരിക്കാത്ത ഒരു വഴി. കഥയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ ഒരു പാതയോരത്ത് വന്ന് നിൽക്കുന്നത്, 2 വഴികളിൽ തിരിയുകയാണ്. അദ്ദേഹം കൺഫ്യൂസ്ഡായി, ഏത് വഴി കൂടെ ഞാൻ യാത്ര ചെയ്യണം. ഒരു വഴി എന്ന് പറയുന്നത് എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ്. മറ്റൊരു വഴി എന്ന് പറയുന്നത് അധികം മനുഷ്യര് യാത്ര ചെയ്യാത്ത വഴിയാണ്. ആ വഴിയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഒത്തിരിയേറെ ദുരനുഭവങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ മനുഷ്യർ ആ വഴി തിരഞ്ഞെടുക്കുക. കാരണം എന്താണെന്ന് അറിയാമോ? പുതിയ അനുഭവങ്ങളിലേക്ക് ഒരുപക്ഷെ ഈ വഴി അദ്ദേഹത്തെ നയിക്കും. ഒത്തിരിയേറെ അപകടങ്ങൾ ഒരുപക്ഷെ പതിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് ഈ മനുഷ്യരെ കൊണ്ടുപോകും. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്ന കാര്യമുണ്ട്, ലോകത്തിലുള്ള മഹാരഥന്മാരെല്ലാം യാത്ര ചെയ്തത് അധികമാരും തിരഞ്ഞെടുക്കാത്ത ഈ വഴിയിലൂടെയാണ്. സ്നേഹിതരെ, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത് സഹനത്തിലേക്കുള്ള ഒരു വിളി കൂടെയാണ്. കർത്താവ് പറയുന്നുണ്ട്, എന്നെ അനുഭവിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ തന്റെ കുരിശുമെടുത്ത് എന്റെ പിറകെ വരിക എന്ന് തന്നെയാണ് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോ, രോഗങ്ങൾ ഉണ്ടാകുമ്പോ, വേദനകൾ അനുദിനം നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുമ്പോ, സ്നേഹിതരെ, നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടെ നിങ്ങൾക്കുണ്ടാകും. ലോകം ഒരുപക്ഷെ നിങ്ങളെ നോക്കി പറയുന്നേക്കാം, നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, എന്തിനാണ് ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ മാറിപ്പോയേക്കാം. പക്ഷെ സുവിശേഷം പറയുകയാണ്, നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ്. സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ശരിയായ പാതയിലൂടെയാണെന്ന് പറയുന്നതാണ് കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടില്ല. ഭാഗ്യവാന്മാർ ആരാണെന്ന് ലോകത്തിന് വേണ്ടി നമുക്കറിയാം. പക്ഷെ സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, അത് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നോക്കി കർത്താവ് പറയുകയാണ്, എന്തൊരു ഭാഗ്യം ചെയ്തവരാണ്. സകലത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ ദൈവത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം